ബഹുമാനപ്പെട്ട വൈദികരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് സന്തോഷത്തിന്റെ ദിനമാണ്. ഇരുട്ട് മാറി വെളിച്ചം വന്ന ദിവസം. മരണം തോറ്റു, ജീവൻ ജയിച്ചു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ക്രിസ്ത്യ വിശ്വാസത്തിന്റെ കാതലായ വിജയത്തിന്റെ ദിവസം നമുക്ക് ആനന്ദത്തോടെ ആഘോഷിക്കാം. ഒരു മുട്ടയുടെ പറന്നോട് വളരെ കടുപ്പമുള്ളതാണ്, പക്ഷേ അതിനുള്ളിൽ ഒരു ജീവനുണ്ട്. ആ ജീവൻ വളരുമ്പോൾ മുട്ടത്തോട് പൊട്ടിക്കാതെ അതിന് പുറത്തേക്ക് വരാൻ കഴിയില്ല. മുട്ടത്തോട് പൊട്ടുന്നത് കാണുമ്പോൾ നമുക്കൊരുപക്ഷെ അത് നഷ്ടപ്പെട്ടതായി തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് ഒരു പുതിയ ജീവന്റെ ജനനമാണ്. പ്രിയപ്പെട്ടവരെ, കല്ലറയിലെ കല്ല് ഉറ്റുമാറ്റപ്പെട്ടത് കല്ലറ തകരാനല്ല, മറിച്ച് ജീവന്റെ ഉറവിടമായ ഈശോയ്ക്ക് പുറത്തേക്ക് വരാനാണ്. നമ്മുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികളും വേദനകളും നമ്മെ തകർക്കാൻ വരുന്നതല്ല, മറിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മെ വളർത്താൻ വരുന്നതാണ്. കല്ലറ തുറന്ന ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും മാറ്റിമറിക്കാൻ കഴിയും. സഭാപിതാവായ ജോൺ ക്രിസോസ്റ്റം തന്റെ പ്രശസ്തമായ ഉയർപ്പുദിന പ്രസംഗത്തിൽ ഇങ്ങനെയാണ് ഉദ്ഘോഷിക്കുന്നത്: മരണമേ നിന്റെ കൊമ്പ് എവിടെ? നരകമേ നിന്റെ വിജയം എവിടെ? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, നീ വീണുപോയി. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, പിശാചുക്കൾ അസ്തമിച്ചു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ദൂതന്മാർ ആനന്ദിക്കുന്നു. ഈശോയുടെ ഉയർപ്പ് നമ്മുടെ എല്ലാവരുടെയും വിജയമാണെന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ നാം ഇപ്രകാരമായിരുന്നു: എന്തിനാണ് നിങ്ങൾ ജീവിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്? അവിടുന്ന് ഇവിടെയില്ല, അവിടുന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈശോ ഇനി കല്ലറയിലില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചുവടിലും അവൻ നമ്മോടൊപ്പമുണ്ട്. പ്രിയ കുട്ടികളെ, ഈശോ ഉയർത്തെഴുന്നേറ്റു എന്നത് കേവലം ഒരു കഥയല്ല, അതൊരു സത്യമാണ്. നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ അത് ഉപേക്ഷിച്ച് നല്ല മക്കളാകാൻ ശ്രമിക്കുന്നത് ഒരു ചെറിയ ഉയർപ്പാണ്. ഉയർപ്പിന്റെ സന്തോഷം നിങ്ങളുടെ മുഖത്ത് കാണും. ദേഷ്യവും അസൂയയും വെടിഞ്ഞ് സ്നേഹമുള്ള കുട്ടികളായി വളരുന്നതാണ് ഈശോയ്ക്ക് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ ഈശ്വര സമ്മാനം. പ്രിയ മാതാപിതാക്കന്മാരെ, ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളുടെയും ഇടവകയിലെയും തകർന്ന ബന്ധങ്ങളെ നമുക്ക് പുനരുജ്ജീവിപ്പിക്കാം. വിദ്വേഷം മാറ്റിവെച്ച് പരസ്പരം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ഈ ദിവസം നമ്മെ ക്ഷണിക്കുന്നു. ഉയർപ്പിന്റെ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ. ഈശോ ഉയർത്തു സത്യം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഇരുട്ടിനെയും മാറ്റി നിർത്താൻ കഴിയുന്നത് വലിയ പ്രകാശമാണ് ഈ ഉയർപ്പ്. മരണത്തിന് പോലും പിടിച്ചു നിർത്താൻ കഴിയാത്തത്ര കരുത്തുള്ളതാണ് ഈശോയുടെ സ്നേഹം. ഈ സ്നേഹത്തിൽ നമുക്ക് വസിക്കാം. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഉയർപ്പ് തിരുനാൾ ആശംസിക്കുന്നു. ക്രിസ്തു ഉയർത്തു, സത്യമായും ഉയർത്തെഴുന്നേറ്റു.